ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ അല്ലെ? എന്നാൽ ഈ ഭൂമി ലോകത്തില് ഏറ്റവും കൂടുതൽ ജനങ്ങള് ദീർഘായുസോടെ ജീവിക്കുന്നത് ജപ്പാനിലെ ഒക്കിനാവയിലാണ്. ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ 206 അസ്ഥികളുമായി അതിന്റെ മുകളിൽ മാംസങ്ങളെ കൊണ്ട് പൊതിഞ്ഞ പല അവയവങ്ങളുമായി ജീവിക്കുന്നവനാണ്. നമ്മുടെ തലച്ചോറൊക്കെ ഇൻഫർമേഷനുകൾ സ്റ്റോർ ചെയ്യും. നമ്മളെ നാഡികൾ വയറുകളെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യും. നമ്മുടെ ഹൃദയം വലിയൊരു പമ്പിംഗ് മെഷീനുമാണ്. മനുഷ്യന്റെ ശരീരം ഒരു വലിയ മെഷീനറിയാണ്. നമ്മൾ പല മെഷീനും കാണാറുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അമേസിംഗ് ആയ മെഷീൻ അത് മനുഷ്യൻ തന്നെയാണ്. ഇത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായ അവയവമായ ഹൃദയമാണ്. ഇതിലേക്ക് നോക്കിയാൽ ഒരു മഞ്ഞ ലൈറ്റ് കത്തുന്നുണ്ട് അല്ലെ? ഈ സ്റ്റേജിൽ പല ലൈറ്റുകളും കത്തുന്നുണ്ട്. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് ഒരു കരണ്ടിലാണ്. ആ കരണ്ടാണ് ഹൃദയത്തിൽ ചലിക്കുന്ന ഈ മഞ്ഞ ലൈറ്റുകൾ. ഈ മഞ്ഞ ലൈറ്റ് കെട്ടുപോകുമ്പോഴാണ് നമുക്കൊക്കെ ഹോസ്പിറ്റലിൽ പലർക്കും പേസ് മേക്കറുമായി ജീവിക്കുന്നവരുണ്ടാവും. അത് ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യാതിരിക്കുമ്പോഴാണ് പേസ് മേക്കർ മനുഷ്യരിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. മനുഷ്യന്റെ ശരീരം നമ്മളൊക്കെ ഈ വേദിയിലും മറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ വയറ് പൊന്തി നിൽക്കുന്നവരായിരിക്കാം. ലോകത്തിലെ ഏറ്റവും നല്ല ബോഡി ബിൽഡർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ നെഞ്ഞും അവിടുത്തെ വയറും ഒരേ ലെവലിലുള്ള ആളായിരുന്നു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ വയറ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതായിരിക്കും. ഈ ചിത്രത്തിലേക്ക് നോക്കിയാല് എത്രമാത്രം വയറ് പൊന്തി നിൽക്കുന്നുണ്ട്, അതിൻ്റെ കൂടുതൽ ഫാറ്റുകൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കിഡ്നിയുടെയും ലിവറിന്റെയും മറ്റു അവയവങ്ങളുടെയൊക്കെ മുകളിലായി. എന്നാൽ എങ്ങനെയാണ് നമ്മൾ ദീർഘായുസോടുകൂടെ ഹാപ്പി ആയിട്ട് ഒരു 100 കൊല്ലം ജീവിക്കുക? നമ്മളൊക്കെ ഒരു 70-80 ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം ബെഡിൽ കിടക്കുന്ന ആളായിരിക്കും, മറ്റുള്ളവരുടെ സപ്പോർട്ടോട് കൂടെ ജീവിക്കുക എന്നുള്ളതായിരിക്കും. എന്നാൽ ജപ്പാനിലെ ഒക്കിനാവി എന്നുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് ജനങ്ങള് 100ഉം 120ഉം വയസ്സിൽ ഇന്നും ആരോഗ്യത്തോടെ അവര് നല്ല വ്യായാമം ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരവരുടെ ജീവിതങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇക്കിഗായ് എന്താണ് ഇക്കിഗായ്? നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഇക്കിഗായ് ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും നോക്കുന്നില്ല. ഇതിലേക്ക് നോക്കിയാൽ 4 കാര്യങ്ങൾ കാണാം. ഇക്കിഗായ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. നമുക്കറിയോ, നമ്മൾ ഇതുവരെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുണ്ടാവും. അപ്പോ നമ്മളെ ഇഷ്ടങ്ങൾ നമ്മൾ ആദ്യം കണ്ടെത്തണം. ജപ്പാനിലുള്ള എല്ലാ ആളുകളും അവരുടെ ഇക്കിഗായി കണ്ടെത്തിയവരാണ്. കൃത്യമായി ഇക്കിഗായി കണ്ടെത്തിയവർക്ക് 10 കൊല്ലം കൂടുതൽ ആയുസ് കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. രണ്ടാമതായി, നമ്മള് ഏതൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്. ഞാൻ നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്നുണ്ട്, ഇത് ഞാൻ ഊർജ്ജസ്വലമായി പറയുന്നതാണ്. ഇതാണ് എന്റെ ഇക്കിഗായ്. മൂന്നാമത്, ഞാൻ എന്റെ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാം, രോഗികളെ പോയി സന്ദർശിക്കാം, അവർക്ക് സമാധാനം കൊടുക്കാം. ഇതാണ് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അവസാനമായി, എന്റെ പ്രൊഫഷനിൽ എങ്ങനെ സമ്പാദ്യങ്ങൾ കണ്ടെത്താം. ഈ 4 കാര്യങ്ങളും ചിന്തിക്കുന്നവരാണ് ജപ്പാനിലെ നല്ല ആരോഗ്യം. നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒക്കിനാവയിലുള്ള ഗ്രാമങ്ങളും അവിടുത്തെ ലൈഫ് സ്റ്റൈലും പഠിക്കാൻ പറ്റും. ജപ്പാനിലെ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ വയറ്. ഈ കാണുന്നതാണ് നമ്മുടെ വയറ്. ഈ വയറിൽ ജപ്പാനിലെ അവരുടെ ഒരു ടെക്നിക്കാണ്, ജപ്പാൻ സ്റ്റൈലാണ്. അവര് ഭക്ഷണം കഴിക്കുമ്പോ വയറിന്റെ 80% മാത്രമേ അവര് നിറക്കുള്ളൂ. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം എത്രമാത്രം വിശപ്പുണ്ടോ അത് മൊത്തം തീർത്തിട്ട് നമ്മൾ നമ്മുടെ
ടേബിളിൽ നിന്ന് എണീറ്റ് പോവുകയുള്ളൂ. അങ്ങനെയല്ല. ജപ്പാനിലുള്ള ആളുകള് അല്പം വിശപ്പ് ബാക്കി ഉണ്ടെങ്കിലും അവരവിടെ നിർത്തിയിട്ട് അവരുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ശരീരത്തിൽ ഊർജം നേടാനുള്ള, എനർജി നേടാനുള്ള ഏറ്റവും നല്ല മാർഗം ശരീരത്തിലെ വയറിൽ 80% മാത്രം ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജപ്പാൻ ടെക്നിക്. അതിന് പറയുന്ന പേരാണ് ഹറ ഹച്ചി ബു. നിങ്ങൾക്ക് 80% മാത്രമാകുമ്പോൾ നിർത്തുക. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് 80% ആയി എന്ന് മനസ്സിലാകുക? നമുക്ക് വീണ്ടും വിശപ്പുണ്ടാവും, അപ്പൊ നമ്മൾ നിർത്താം. അതാണ് 80%. രണ്ടാമതായിട്ട് ജപ്പാനിലുള്ള ആളുകള് എല്ലാ ദിവസവും അവരുടെ റേഡിയോയില് അല്ലെങ്കിൽ ടെലിവിഷനില് അവർക്ക് ഒരു സന്ദേശം കിട്ടും. ആ സന്ദേശം എന്താണ്? റേഡിയോ ടൈസോ എന്നറിയപ്പെടുന്ന, ഇന്ന് രാവിലെ തൊട്ട് ഇതുവരെ നമ്മുടെ കൈ എത്ര പ്രാവശ്യം മുകളിലേക്ക് പൊന്തിയിട്ടുണ്ട്. കൈ ചിലപ്പോൾ കെട്ടിയാ നിൽക്കുക, താഴെ ആയിരിക്കാം, പക്ഷെ കൈയിലേക്ക് മുകളിലേക്ക് പൊന്തിക്കുന്നത് വളരെ കുറവാണ്. ഏറ്റവും നല്ല എനർജി നേടാനുള്ള മാർഗങ്ങളാണ് കൈ രാവിലേക്ക് എണീറ്റ് പൊക്കുക, മറ്റു ടെക്നിക്കുകൾ അവരെല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടി രാവിലെ റേഡിയോ ടൈസോ. ഈ ടെക്നിക്ക് കാണാം, വാക്ക് കാണുന്നുണ്ടല്ലോ, നമ്മളൊക്കെ എല്ലാ ദിവസവും വാക്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ജപ്പാനുകള് എന്ത് ചെയ്യാലും അതൊരു ടെക്നിക്കായി മാറുകയാണ്. അവർ നടക്കുന്നത് എങ്ങനെയാ? 3 മിനിറ്റ് സ്ലോ ആയി നടക്കും. അതിനുശേഷം അതിന് പറയുന്നവര് ലേറ്റ് മീറ്റിംഗ് വാക്ക് എന്നാണ്. നമ്മളൊരു മീറ്റിങ്ങിന് ലേറ്റ് ആയി പോയി, അപ്പൊ നമ്മളെങ്ങനെ നടക്കും? സ്പീഡിൽ നടക്കും. വീണ്ടും 3 മിനിറ്റ് നോർമൽ നടക്കും. അങ്ങനെ 10 എണ്ണം 3 മിനിറ്റ് വെച്ച് 30 വട്ടം നടക്കുന്നത് 10,000 സ്റ്റെപ്പ് നടക്കുന്നതിനേക്കാളും ഉത്തമമാണെന്നാണ് ലോകം സയന്റിഫിക്കലി തെളിയിച്ചിട്ടുണ്ട്. അടുത്തതാണ് ആരോഗ്യവും ആയുസ്സും കൂടാനുള്ള ഏറ്റവും നല്ല മാർഗം. പലരും കോവിഡ് കാലങ്ങൾക്ക് ശേഷം മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു വരുന്നവരാണ്. ഇതിനുള്ള ഒരു പ്രശ്നം ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളതാണ്. ജപ്പാനുകാർ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക് മോയ് ടെക്നിക്കാണ്. എന്താണ് മോയ് ടെക്നിക്? എല്ലാ ദിവസവും ഇപ്പോ ഒരു സ്ക്രോളിംഗ് ലോകമാണ് ഉള്ളത്. എല്ലാവരും സ്ക്രോളിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ മുഴുവനും ഫോണിലൂടെയാണ്. പണ്ട് കാലഘട്ടത്തില് നമ്മളൊരു 15 കൊല്ലം മുമ്പാണെങ്കിൽ നമ്മള് ഒരുമിച്ചിരുന്ന് കളിക്കുന്നുണ്ട്, പുറത്തു പോകുന്നുണ്ട്, മല കയറാൻ പോകുന്നുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതൊക്കെ കുറഞ്ഞൊരു കാലമാണ്. ലോൺലിനെസ്സിലേക്ക് പോയി മനുഷ്യൻ. അപ്പൊ എന്തായി? സങ്കടങ്ങളും ടെൻഷനും കൂടി. പണ്ട് ടെൻഷൻ കുറവായിരുന്നു, ഇപ്പൊ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് പോലും ടെൻഷനായി മാറാറുണ്ട്. അതാണ് ജപ്പാനിലുള്ള ആളുകൾ മോയ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക. എന്തിനാണ്? ബീറ്റ് ദ ലോൺലിനെസ്, ഒറ്റപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ വയസ്സായ ആളുകൾ കണ്ടില്ലേ, അവരൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുക. നമ്മള് കൊണ്ടുവരേണ്ട കാര്യമാണത്. അടുത്ത ടെക്നിക്കാണ് ഷിൻറോൺ യോക്കു. എന്താണ് ഷിൻറോൺ യോക്കു? അവര് എല്ലാ ദിവസങ്ങളും നമ്മുടെ പ്രകൃതിയെ അറിയാൻ വേണ്ടി കാടുകളിലും മലകളിലൊക്കെ പോയിരിക്കും. അപ്പൊ എന്താണ്? നല്ല ഓക്സിജൻ കിട്ടും. അതുപോലെ ഇങ്ങനെ പോയിരുന്നാൽ ശരീരത്തിലെ കോർട്ടിസോളിന്റെ അളവ് ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ടെൻഷൻ കുറയും, ബ്ലഡ് പ്രഷർ കുറയും. ശരിക്കും നമ്മളെന്നെ ആലോചിച്ചാൽ മതി. നമ്മളൊരു സ്ഥലത്ത് പോവുക, ഒരു കാട് കാണാൻ പോവുക, അവിടെ നിന്ന് സംസാരിക്കുക, നമുക്ക് സന്തോഷമല്ല ഉണ്ടാവുക. നമ്മള് പല കാര്യങ്ങളും മറന്നുപോകും. ജപ്പാനികൾ ദിനം പ്രതി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അടുത്തതാണ് നമ്മൾ നല്ലോണം ചിന്തിക്കണം. അവരുപയോഗിക്കുന്നതാണ് ഷിഗദ ഗനായ്. ഷിഗദ ഗനായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ ജീവിതത്തില് പല പ്രതിസന്ധികളും ഇനി കടന്നു വരാനുണ്ട്. നമ്മൾ രോഗികളാകും, സമ്പാദ്യം ചിലപ്പോൾ കുറയും, ചിലപ്പോൾ വീട്ടിൽ ഫാമിലിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നവരാണ് ജപ്പാനിലെ ആളുകൾ. അപ്പോ ഈ ഐ ടോക്കിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള കുറച്ച് ടേക്ക് അവേ മെസ്സേജുകൾ, നമ്മുടെ ആരോഗ്യം ആയുസ് കൂട്ടാൻ വേണ്ടിയുള്ളത്. ജപ്പാനികൾ രാത്രിയിൽ എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങുന്ന ആളുകളാണ്. ഏകദേശം 9 മണി സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകളാണ് ജപ്പാനികൾ. അവര് എണീക്കുന്നത് എത്രയും പെട്ടെന്നാണ്. 4:30-5 മണിക്ക് എണീക്കുന്ന ആളുകളാണ് ജപ്പാനിലുള്ള ആളുകൾ. അവര് എണീറ്റ ഉടനെ വെള്ളം കുടിക്കുന്ന ആളുകളാണ്. അവര് എല്ലാ ദിവസവും റേഡിയോ ടൈസോ വർക്കൗട്ടുകൾ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ അവര് ഓഫീസിലായാലും സ്കൂളിലായാലും എല്ലാ ദിവസവും 10-15 മിനിറ്റ് ഉച്ച സമയത്ത് ഉറങ്ങുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്താണ് ഒരു ഉറക്കം ഉച്ച സമയത്തുള്ള വളരെ കുറവ്.
ഇത് ജപ്പാനുകാർ എല്ലാ ദിവസവും അവരുടെ ജീവിതത്തിൽ അവരുടെ കുട്ടികളുടെ സ്കൂൾ ടെക്നിക്കുകൾ നിങ്ങൾ പഠിക്കണം. ഇരിക്കുന്ന ചെയർ ഒരു 12 മണിക്ക് ശേഷം സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകുന്ന സ്കൂളുകളാണ് ജപ്പാനിലുള്ള എല്ലാ സ്കൂളുകളും. അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളത് ചിലർക്ക്, നമ്മളൊക്കെ അത് പറയുമ്പോൾ പലർക്കും ആരോഗ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഭക്ഷണം കുറച്ചിട്ട് എന്ത് കാര്യം, ആളാണ് മരിച്ചു പോകില്ല എന്നുള്ള ചിന്തയാണ് ഉള്ളത്. നമുക്ക് വേണ്ട ആരോഗ്യത്തിന് 1000 കിലോ കലോറിയാണ് ആവശ്യമെങ്കിൽ നമ്മൾ കഴിക്കുന്നത് 2000 3000 ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വയറ് പലരുടെയും പൊന്തി നിൽക്കുകയല്ലേ. ആ പൊന്തി നിൽക്കുന്നത് ഓവറായി കഴിച്ച ഭക്ഷണങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. നേരത്തെ നിങ്ങൾ ഇവിടെ ഒരു മഞ്ഞ കളറിൽ കണ്ടില്ലേ, അതാണ് നമ്മുടെ ഫാറ്റുകൾ. അതിനെന്ത് ചെയ്യണം, ഒരുക്കി കളഞ്ഞാൽ വയറ് പുറകിലേക്ക് വരും. അതിനുള്ള ഒരേ ഒരു മാർഗം ആ എനർജിയെ കളയാന്നുള്ളതാണ്. എങ്ങനെ കളയാം? നമ്മൾ വർക്കൗട്ട് ചെയ്യണം, നമ്മൾ നടക്കണം, നമ്മൾ ഓടണം, നമ്മൾ ചാടണം. നമ്മളെ ശരീരം ഇരുന്നാൽ മാത്രം പോരാ, കൈ പൊക്കണം, കൈ താത്തണം, ഓടണം, ചാടണം, ഇങ്ങനെ എല്ലാം ഉണ്ടാവണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്കും നല്ല ജപ്പാനിലുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ തന്നെ ഒരുപാട് കാലം ജീവിക്കണം. അതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു.